ഹലോ വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനെന്നുള്ളത് നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റിൻ്റെ കൂടിയാണ്. മോൺസ്റ്ററ എന്ന് പറയുന്നു, പക്ഷേ ഇത് വലിയ കെയറൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചെറിയൊരു പീസ് തന്നുകൊണ്ട് ഇവിടെ ഈ ചെറിയൊരു ചട്ടിയിൽ കുത്തി വെച്ചതാകണ്ടോ. അവിടെ നിന്ന് വളർന്നിട്ട് ഇത് നമ്മുടെ റംബൂട്ടാൻ മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പ്ലാന്റ്, ഇതുകൊണ്ടൊരു ഇൻഡോർ പ്ലാന്റ്, ഒരു ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുന്ന ഒരു ഐഡിയ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വെച്ചത്. അപ്പോൾ മോൺസ്റ്ററ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയായിരിക്കും, വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ചിലപ്പോൾ പറമ്പിലൊക്കെ കുറേ പിടിച്ച് കിടക്കുന്നത് കാണാം. ചില വീടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും അതിനുള്ള പുറപ്പാടിലാണ്. മോൺസ്റ്ററ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് ശരിക്കും മോൺസ്റ്ററ ഡെലീഷിയോസ എന്നൊരു വെറൈറ്റിയാണ്. ഇത് സ്വിസ് ചീസ് പ്ലാന്റ് എന്നും പിന്നെ സ്പ്ലിറ്റ് ലീഫ് ഉള്ളത് കാരണം, ലീഫ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയത് കാരണം സ്പ്ലിറ്റ് ലീഫ് ഫിലോഡെൻഡ്രോൺ എന്ന പേരിൽ അറിയപ്പെടും. നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് എങ്ങനെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇതിനൊരു പോട്ടിംഗ് മിക്സിലേക്ക് മാറണം. അപ്പോൾ പോട്ടിംഗ് മിക്സ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇത് പോട്ട് ചെയ്തിട്ട് ഒരു ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കാണാൻ പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എടുക്കാൻ വേണ്ടി നല്ല മൂർച്ചയുള്ള ബ്ലേഡ്, പുതിയ ബ്ലേഡ് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതാണ് കട്ടിങ്സ് എടുക്കാൻ എപ്പോഴും ബെസ്റ്റ്. നല്ല ഷാർപ്പായിരിക്കും ഒരു ബ്ലേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ വള്ളി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഇതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ ശരിക്കും വളർന്നിട്ട് മരമായിട്ട് പിടിച്ച് നിൽക്കാണ്ട് ഒരു ബ്രാഞ്ച് മാത്രമേ വിട്ട് കിടക്കുന്നുള്ളൂ കേട്ടോ. ആ ബ്രാഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ടിങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചെറിയ കട്ടിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് കട്ടിങ്സ് എടുക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഇതിൽ ഓരോ ലീഫ് നോഡിലും ഓരോ ലീഫ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഓരോ ലീഫ് നോഡിൽ നിന്നും വേരും ഉണ്ടാവും ഇങ്ങനെ. ഇത് വെള്ളമില്ലാത്ത കാരണം വേരൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ട്. നമുക്ക് കട്ട് ചെയ്യുമ്പം ചെയ്യേണ്ടത് 2 ലീഫ് നോഡിൻ്റെ ഇടയിൽ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഈ ഭാഗത്തായിട്ടാണ് കട്ട് കൊടുക്കുന്നത്. അപ്പുറത്തൊരു നോടുണ്ട്, ഇപ്പുറത്തൊരു നോടുണ്ട്. രണ്ടിനെയും ഇടയ്ക്ക് സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു കട്ടിങ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന്, അപ്പോൾ ദേ ഇത്രയും കട്ടിങ്സ് നമുക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. എല്ലാം ഒരു ലീഫിനോട് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ റൂട്ട് ഉണ്ടല്ലോ, റൂട്ടിനെ കട്ട് കളയുക കേട്ടോ. അതൊക്കെ ഉണങ്ങിയിരിക്കുക. ഇതിട്ട് ചിലപ്പോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചീഞ്ഞ് പോകാനുള്ള. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറും ഉണ്ട്. ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കുക രണ്ട് സൈഡും. ഇത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ എല്ലാത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെ നമുക്ക് ഇത്രയും കട്ടിങ്സ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ കട്ടിങ്സിനെ കുറച്ച് സമയം ഇങ്ങനെ ഇടുക. കുറച്ച് സമയം ഇട്ട് ഈ കട്ട് ചെയ്ത ഭാഗമല്ലേ ഇതൊന്ന് ഡ്രൈ ആകുന്നതിരിടാം. 2-3 മണിക്കൂർ ഇട്ടാൽ മതി. അതിനുശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് കട്ടിങ്സിനെ മൊത്തം വെയിലത്തിട്ട് 2 മണിക്കൂറോളായി കേട്ടോ. ഇട്ടപ്പോഴത്തേക്ക് ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഈ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ചീഞ്ഞ് പോകാതിരിക്കുന്നത് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലീഫ് നോഡില്ലേ, ഈ ലീഫ് നോഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയും വേണം, മുകൾ ഭാഗം മുങ്ങാനും പാടില്ല. ആ രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനെടുത്തിട്ട് ഇത് ഈ രീതിയിൽ കണ്ടോ, ലീഫിനോട് കറക്റ്റ് മുങ്ങിയിട്ടുണ്ട്, ബാക്കി ഭാഗം മുങ്ങിയിട്ടില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ദേ ഇത്രയും കട്ടിങ്സിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട്. ഇത്രയും ടൈറ്റ് ആക്കണ്ട, എനിക്ക് എന്തായാലും കുറച്ച് മതി. ഇതെല്ലാം വേണ്ട. എന്തായാലും നമുക്ക് വേര് വരുന്ന ഇതിലേക്കാണെന്ന് നോക്കാം. ഇനി ചെയ്യേണ്ടത്, ഇത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത്, എന്നാൽ ലൈറ്റ് വേണം താനും. അപ്പോൾ ഷെയ്ഡിലേക്ക് വെച്ച് കൊടുക്കുക. ഷെയ്ഡിലേക്ക് വെച്ച് കൊടുത്തതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. എന്തായാലും വേര് വരട്ടെ. വേര് വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇടയ്ക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മങ്ങിക്കഴിഞ്ഞാൽ, ക്ലൗഡി ആയി കഴിഞ്ഞാൽ വെള്ളം മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ മോൺസ്റ്ററ കട്ടിങ്സിന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇന്നേക്ക് 3 മാസമായിട്ടോ. 3 മാസം കഴിഞ്ഞുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, മിക്കവാറും എല്ലാ കട്ടിങ്സിലും മുള വന്ന് ശരിക്ക് വേരൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ പോട്ടിംഗ് ആണ്. ഇത് ഞാനൊരു പോട്ടിംഗ് മിക്സ് കൊണ്ടുവച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു ചട്ടി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ഹെവി ആയ ചട്ടിയിൽ കുറച്ചധികം പ്ലാന്റ്സ് ഒരുമിച്ച് വെച്ചിട്ട് നല്ല ബുഷിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മോൺസ്റ്റർ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. കുറച്ച് ഷോർട്ടായിട്ട് ശരിക്കും ബുഷിയായിട്ട് നിർത്താൻ പറ്റും നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉള്ളതിനടുത്ത് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മോൺസ്റ്ററയ്ക്ക് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ, ഒട്ടും ടൈറ്റ് ആവാൻ പാടില്ല, നല്ല ലൂസായിരിക്കണം, വെള്ളം ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് പോട്ടിൻ്റെ അടിവശത്ത് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. ഞാൻ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന പോട്ടിംഗ് മിക്സ് ആണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടി സോയിൽലെസ് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയായിരുന്നു. മണ്ണ് തീരെയും ചേർക്കാത്ത പോട്ടിംഗ് മിക്സ്. സെയിം പോട്ടിംഗ് മിക്സ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും ഇൻഡോർ പ്ലാന്റാക്കി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒന്നും കൂടി ഞാൻ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി കാണിക്കുന്നില്ല. ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിംഗ്സ് കാണിക്കാം. പിന്നെ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ കയറി കണ്ടു നോക്കും കേട്ടോ. ഈ കാണുന്ന സാധനം കൊക്കോ ചിപ്സ് ആണ്.
ഒരു ഭാഗമാണ് കൊക്കോ ചിപ്സ് ഇട്ടത് കണ്ടോ. എല്ലാം ഒരേ ഭാഗത്തിലുള്ള 5 ചെറിയ പോട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ്. അത്ര തന്നെ സെയിം അളവിൽ തന്നെ വെർമി കമ്പോസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഞാൻ പെർലൈറ്റ് ഇട്ടു. പെർലൈറ്റ് മിക്കവാറും ഷോപ്സിലേക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി 2 ഭാഗം ചേർക്കാൻ പോകുന്ന ചകിരിച്ചോറ് കേട്ടോ. കൊക്കോ പീറ്റ് എടുത്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓരോ ഭാഗവും ഇത് 2 ഭാഗം ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൊക്കോ പീറ്റിന് പകരം അല്ലെങ്കിൽ ചകിരിച്ചോറിന് പകരം വേണമെങ്കിൽ പീറ്റ് മോസ് ഇടയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ പെർലൈറ്റിന് പകരം പെർലൈറ്റും തീരെ കിട്ടുന്നില്ലെങ്കിൽ മണൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് എല്ലാ പൊട്ടി മിക്സിലും ചേർക്കുന്ന പോലെ കുറച്ച് ആൻറ്റി ഫംഗൽ സാഫ് എന്നൊരു ആൻറ്റി ഫംഗൽ എപ്പോഴും ഉപയോഗിക്കുക. അതും കൂടി ചേർക്കുന്നുണ്ട്. ഈ ആൻറ്റി ഫംഗൽ പൗഡർ ചേർക്കുന്ന കാരണം ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കും കേട്ടോ. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. യെസ്, നമ്മുടെ സോയിൽലെസ് പൊട്ടിംഗ് മിക്സ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇതിനെ ഓരോന്നേരം എടുത്തിട്ട് ഇതിൽ നട്ട് വെക്കാം. ഞാൻ ഇതിൽ കുറച്ചധികം നടേണ്ട പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആവശ്യമില്ലാത്ത പിന്നെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഏറ്റവും നന്നായി വളർന്നിരിക്കുന്ന ഈ പ്ലാന്റ് കേട്ടോ. ഞാൻ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, ഇത്രയും വേരുണ്ടായിട്ടുണ്ടായില്ല. നമ്മളിതിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങോട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഓരോന്നേരം നട്ടു കൊടുക്കുകയല്ലേ കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെടി ഒരു പോട്ട് നട്ടു കൊടുത്താൽ മതി, എങ്കിലേ ഭംഗിയായിട്ട് വരുള്ളൂ. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, പിന്നെന്താ ചെയ്യാട്ടോ നമുക്ക്. ഇനി ഇത് മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പോട്ടിൽ കൊടുക്കാൻ പോകട്ടോ. നല്ല ഭംഗിയിൽ വലിയ ചെടിയാണ്, അവിടെ ഇരുന്നോട്ടെ. ബാക്കി ഇതിലേക്ക് ഇടാം നമുക്ക്. അപ്പോൾ എന്തായാലും 6 ചെടികൾ അതിലേക്ക് നട്ടിരിക്കുന്ന കേട്ടോ. ബാക്കി ഒരെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2 നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ മോൺസ്റ്ററെ സംബന്ധിച്ച് നനവ് നന്നായിട്ട് വേണം, എന്നാലും വെള്ളം ഒത്തിരി കെട്ടി നിൽക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ചകിരിച്ചോറിട്ടത് കാരണം അത്യാവശ്യം നനവ് നന്നായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ചകിരിച്ചോറിട്ടത് കാരണം അത്യാവശ്യം നന്നായിട്ട് നനവ് നിൽക്കും. പിന്നെ ഇതിൽ ഒരു മേൽമണ്ണ് ഒരു 1-1.5 ഇഞ്ച് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിനൊരു സെമി ഷെയ്ഡിലേക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് സൺലൈറ്റിലേക്ക് മാറ്റിയിട്ട് ഇൻഡോർ പ്ലാന്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെടിയുടെ ഇനി വരുന്ന അപ്ഡേറ്റ്സ് ബാക്കിയുള്ള വീഡിയോസിൽ കാണിക്കാൻ നോക്കാം. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.